ഇന്നൊരു സ്കൂൾ വിദ്യാർത്ഥി, ഒരു മോൻ ബഹുമാനപ്പെട്ട CM-നോട് പറഞ്ഞു, ഞങ്ങളുടെ സ്കൂളിൽ നല്ല കെട്ടിടങ്ങളായി, പക്ഷേ ആ കെട്ടിടങ്ങളുടെ ടെറസിൽ ഞാനൊരു നിർദ്ദേശം മുന്നോട്ട് വെക്കുകയാണ്. അവിടെ കൃഷി ചെയ്താൽ ആ കൃഷിയിൽ നിന്നുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾ, അതായത് ഗ്രോ ബാഗിലൊക്കെ സാധനങ്ങൾ വെച്ച് പച്ചക്കറിയൊക്കെ വളർത്തിയാൽ വിഷരഹിതമായ പച്ചക്കറിയും ഉപയോഗിക്കാം, അത് സ്കൂളിൽ വേണമെങ്കിൽ ഉപയോഗിക്കാം എന്നൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു. എത്ര മനോഹരമായ നിർദ്ദേശമാണ്! ഒരു കുഞ്ഞു മനസ്സിൽ ഉദിച്ച ഒരു ആശയമാണ്. അപ്പോൾ ഈ ഒരു ആശയവിനിമയം നവകേരള സദസ്സിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്നുണ്ട്. അതുകൂടാതെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നേരിട്ട് വന്നുകൊണ്ട് അല്പസമയത്തിന് അദ്ദേഹം അവിടെ എത്തിച്ചേരാനായിട്ട് പോവുകയാണ് സഹമന്ത്രിമാർക്കൊപ്പം. അദ്ദേഹം നേരിട്ട് സംസാരിക്കുകയാണ്. 5 വർഷത്തിലൊരിക്കൽ വന്ന് വോട്ട് ചോദിച്ചു പോകുന്നതല്ല ജനാധിപത്യം. ജനാധിപത്യത്തിൽ ജനങ്ങളാണ് പരമാധികാരികൾ. ജനങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്, അവരുടെ ആവശ്യങ്ങളനുസരിച്ച് അങ്ങ് കാസർഗോഡ് വരെ ഓരോ ജില്ലയിലും ഓരോ പ്രദേശത്തും ഓരോ മണ്ഡലങ്ങളിലും വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ, വ്യത്യസ്തമായിട്ടുള്ള ആവശ്യങ്ങൾ, പല മേഖലകളിലും പല കാര്യങ്ങൾ പുതുതായി നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. അപ്പൊ ഇനി ഈ സർക്കാരിന്റെ മുന്നിലുള്ള 2.5 വർഷക്കാലം, നമ്മുടെ ഈ 7.5 വർഷക്കാലം, കഴിഞ്ഞ സർക്കാരിന്റെ തുടർച്ചയായിട്ടാണല്ലോ ഈ സർക്കാർ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മാധ്യമ പ്രവർത്തകരോട് മഞ്ചേശ്വരത്ത് നിന്ന് പറഞ്ഞു, നിങ്ങൾ ആ ബസ് ഒന്ന് കയറി കാണണം. ഇപ്പൊ നിങ്ങൾക്ക് കാണാം, അല്പസമയത്തിനൊക്കെ ആ ബസ് ഇവിടെ വരും, നിങ്ങൾ അതിലൊന്ന് കയറി കാണണം എന്ന് പറഞ്ഞു. അതിനുശേഷം ഒരു മാധ്യമവും അത് സംബന്ധിച്ചിട്ടുള്ള ആക്ഷേപം ആ രീതിയിൽ ഉന്നയിച്ചില്ല. സ്വിമ്മിംഗ് പൂളുണ്ട്, ക്യാബിനുണ്ട്, കിച്ചണുണ്ട്, അങ്ങനെ എന്തെല്ലാം ആക്ഷേപങ്ങളാണ് അതിനെ സംബന്ധിച്ചുണ്ടായത്. ഈ നവകേരള സദസ്സിനെ തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം ഉണ്ടായില്ലേ? പലയിടത്തും നമ്മൾ കണ്ടു. ഇപ്പോ പ്രതിഷേധങ്ങളൊക്കെ ജനാധിപത്യത്തിന്റെ ഭാഗമാണ്, കരിങ്കൊടി കാണിക്കുന്നത് ജനാധിപത്യത്തിന്റെ ഭാഗമാണ്. പക്ഷെ ഇവിടെ നമ്മൾ കണ്ട പ്രത്യേകമായിട്ടുള്ള ഒരു കാര്യമുണ്ട്, അത് നമ്മൾ മനസ്സിലാക്കണം. എന്താണെന്നറിയാമോ? അപ്പം ഞാൻ സൈഡിലിരിക്കുന്ന ഒരാളാണ്, ബസ്സിൻ്റെ സൈഡ്. ഈ ബസ് തട്ടി എന്ന് വരുത്തുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയേ. മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിക്കുന്ന ബസ്, ഇവിടുത്തെ ബ്രേക്കിംഗ് ന്യൂസ് എന്തായിരിക്കും? മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിക്കുന്ന നവകേരള ബസ് ഇതാ മനഃപൂർവ്വം ഒരാളെ ഇടിച്ചു വീഴ്ത്തിയിരിക്കുന്നു, കൊല്ലാൻ ശ്രമിച്ചു. ഇതല്ലേ വാർത്ത? വാർത്തയുടെ കാര്യം പറയുമ്പോൾ ഒരു കാര്യം കൂടെ പറയാം. മഞ്ചേശ്വരത്ത് കാസർഗോഡ് വെച്ച് ഈ വെന്യൂവിലേക്ക്, നവകേരള സദസ്സ് നടക്കുന്നിടത്തേക്ക് പോകുമ്പോൾ അവിടെ ദേശീയപാതയുടെ ആ റീച്ചിൻ്റെ പണി കഴിഞ്ഞിരുന്നു. അപ്പോൾ ഇവിടെ CM-ൻ്റെ നേതൃത്വത്തിൽ ഞങ്ങളെല്ലാം അവിടെ ഇറങ്ങി, ഇത് കാണാനായിട്ട് ഇറങ്ങി. അപ്പം ലൈവ് നടക്കുകയാണ് ഒരു ചാനൽ. അപ്പം ആ ചാനലിലെ പ്രവർത്തകൻ പറയുകയാണ്, നവകേരള ബസ് ബ്രേക്ക് ഡൗൺ ആയിരിക്കുന്നു. ചാനലിലെ ബ്രേക്കിംഗ് ന്യൂസാണ്. എന്ത് വാർത്തകളുടെ ഒരു സ്ഥിതി എവിടെയാണെന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം. അപ്പൊ മനഃപൂർവ്വമായി അങ്ങനെ ഒരു കാര്യം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആസൂത്രിതമായിട്ടുള്ള ശ്രമം ആത്മഹത്യാ സ്ക്വാഡുകളെ ഇറക്കി വിട്ടുകൊണ്ട് നടത്തുകയാണ്. ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്തു, പലതരത്തിൽ ആക്ഷേപിക്കാൻ ശ്രമം നടത്തി. അതൊന്നും കേരളത്തിലെ ജനതതികൾ ചെവിക്കൊണ്ടില്ല എന്ന് കണ്ടപ്പോ അടുത്ത 19ാമത്തെ അടവുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ആത്മഹത്യാ സ്ക്വാഡുകളെ മുന്നിലേക്ക് ഓടിച്ചു വിടുകയാണ്. അപ്പോൾ ഇന്നത്തെ മലയാള മനോരമ പത്രത്തിൻ്റെ ഫ്രണ്ട് പേജിൽ 3 പടങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് എല്ലാവരും, ചിലരെങ്കിലും മനോരമ കണ്ടിട്ടുള്ളവർക്ക് കണ്ടിട്ടുണ്ടാകും. എന്താണ് അവർ പറഞ്ഞിരിക്കുന്നത്? അതിൻ്റെ ഒരു തലക്കെട്ട് എന്താണെന്നറിയാമോ? ചോദ്യം വരുന്നതിന് മുൻപേ മൈക്ക് ഓഫ്. അപ്പം നമുക്കെല്ലാവർക്കും, കേരളീയർക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. വളരെ കൃത്യനിഷ്ഠയുള്ള ഒരു വ്യക്തിയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. 10:30 പരിപാടി തീരും എന്ന് പറഞ്ഞാൽ 10:30 തീർന്നിരിക്കും. 11 മണിക്ക് പരിപാടി തീരും എന്ന് പറഞ്ഞാൽ 11 മണിക്ക് പരിപാടി തീർന്നിരിക്കും. അപ്പോൾ പ്രഭാത സദസ്സിന് ശേഷം 10:30 ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുന്നത്. അപ്പോൾ 10:30 മാധ്യമങ്ങളുടെ മുന്നിലേക്ക് മുഖ്യമന്ത്രിയും സഹമന്ത്രിമാരും വന്നിരിക്കും. അവിടെ ഇരിക്കുമ്പോൾ 10:30 മുതൽ മാധ്യമങ്ങൾക്ക് മുമ്പിലാണ്, അരമണിക്കൂറാണ്. അപ്പോൾ 11 മണി കഴിഞ്ഞതിന് ശേഷം ഒരു ചോദ്യം മനോരമയുടെ റിപ്പോർട്ടറിൽ നിന്ന് ഉണ്ടാവുകയാണ്. അപ്പം മനോരമ തന്നെ എഴുതിയിട്ടുണ്ട്, മുഖ്യമന്ത്രി ചോദ്യം വരുന്നതിന് മുൻപ് മൈക്ക് ഓഫ് ആക്കി എന്നുള്ളത്. പിന്നെ ഒരു സമയമുണ്ടെങ്കിൽ 11 മണിക്കാണ് സദസ്സ് ആരംഭിക്കുന്നത്, സമയം 11 മണിക്കാണ്. അപ്പോൾ മുഖ്യമന്ത്രി സ്വാഭാവികമായിട്ടും ആ ചോദ്യത്തിന് ഉത്തരം പറയില്ല, കാരണം ആ ചോദ്യോത്തരവേള അവിടെ അവസാനിച്ചു കഴിഞ്ഞിരുന്നു.